അഹങ്കാരത്തിൻ്റെ അല്ലെങ്കിൽ പത്രാസിൻ്റെ അടയാളമായിട്ട് മാത്രം കാണുന്നവരാണ് നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. ഡെൻറ്റൽ സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഡെൻറ്റിസ്റ്റുകൾ, ഡെൻറ്റൽ ഹൈജീനിസ്റ്റുകൾ, ഡെൻറ്റൽ ടെക്നീഷ്യന്മാരോട് ഒക്കെയാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഇങ്ങനെയുള്ള ഐവെയറുകൾ നിങ്ങൾ ക്ലിനിക്കിൽ പേഷ്യൻസിനെ ചെയ്യുമ്പം യൂസ് ചെയ്യാറുണ്ടോ? മിക്കവാറും ഉണ്ടാവില്ല അല്ലേ? അപ്പം ക്ലിനിക്കിൽ നിങ്ങൾ പേഷ്യൻറ്റിനെ ഡീൽ ചെയ്യുന്ന സമയത്ത് ഐവെയർ യൂസ് ചെയ്യണം നമ്മൾ തേർഡ് ഇയറിൽ പഠിച്ചു തുടങ്ങിയ കാലത്ത് കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എത്ര പേര് ആക്ച്വലി ഇപ്പം ക്ലിനിക്കിൽ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്? ഈ ഐവെയറിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ക്ലിനിക്കിൽ പേഷ്യൻറ്റിനായിട്ട് ഡീൽ ചെയ്യുന്ന സമയത്ത് ഒരുപാട് പാർട്ടിക്കിൾസ് നമ്മുടെ കണ്ണിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരുപാട് കണ്ടാമിനേഷനും കൂടി നമ്മളായിട്ട് വഴിയൊരുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആക്ച്വലി സെക്കൻഡ് ഇയറിൽ പ്രീ ക്ലിനിക്സ് ഒക്കെ പഠിച്ചിരുന്ന സമയത്ത് ഈ ഫാൻറ്റം ഹെഡിൽ ചെയ്തപ്പോൾ ഐവെയർ, ഹെഡ് വെയർ, ഗ്ലൗസ്, മാസ്ക് എല്ലാം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് നമുക്കതൊരു ബേർഡനായി തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നീട് അത് തേർഡ് ഇയറിൽ പേഷ്യൻസിനെ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് എത്രത്തോളം സലൈവ അല്ലെങ്കിൽ എത്രത്തോളം എയറോസോളും നമ്മളുടെ കണ്ണുകളിലേക്ക് എത്തുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി തുടങ്ങിയത്. അപ്പം അതായത് ഇനീഷ്യൽ ഡേയ്സിൽ കോളേജിലായിരുന്ന സമയത്ത് സാറ് ചീത്ത പറയല്ലോ അല്ലെങ്കിൽ വഴക്ക് പറയല്ലോ എന്നൊക്കെ പേടിച്ചിട്ട് നമ്മളത് യൂസ് ചെയ്തു. പക്ഷേ സ്വന്തം ക്ലിനിക്കുകളിലേക്ക് എത്തിയപ്പം ഈ പ്രാക്ടീസ് ഒരുപാട് പേര് ഒഴിവാക്കി. അപ്പം എനിക്ക് പറയാനുള്ളത്, നിങ്ങളെല്ലാവരും ഈ ഐവെയർ യൂസ് ചെയ്യുന്നത് സ്ഥിരമാക്കുക. അത് നിങ്ങളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, അല്ലാതെ പണ്ട് വൈവക്ക് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സാറ് ചീത്ത പറയുന്നതിനോ വേണ്ടിയിട്ടായിരുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുക.